എതിരെ ഓർത്തഡോക്സ് സഭാ നേതൃത്വം നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം സെന്റ് ബെഹനാൻസ് ഓർത്തഡോക്സ് പള്ളി വികാരിയെ പള്ളിയിൽ കയറ്റിയില്ല. പകരം പുറത്തുനിന്നുള്ള വൈദികനെ പള്ളിയിലെത്തിച്ച് ഇടവകാംഗങ്ങൾ കുർബാന സ്വീകരിച്ചത് വിവാദമായി. ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം രൂപീകരിച്ചപ്പോൾ വെണ്ണിക്കുളം സെന്റ് ബെഹനാൻസ് ഓർത്തഡോക്സ് പള്ളിയെ നിരണം ഭദ്രാസനത്തിൽ നിന്നും അടർത്തി മാറ്റിയിരുന്നു. സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തോമസ് മാർ അത്തനാസിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനായ കമ്മീഷൻ റിപ്പോർട്ടിൽ കോട്ടയം കോഴഞ്ചേരി റോഡിന് പടിഞ്ഞാറുള്ള പള്ളികളെ നിരണം ഭദ്രാസനത്തിൽ നിലനിർത്തണമെന്ന ശുപാർശയ്ക്ക് വിരുദ്ധമായാണ് വെണ്ണിക്കുളം പള്ളിയെ നിലയ്ക്കലേക്ക് മാറ്റിയത്. ഇതിൽ പ്രതിഷേധിച്ച് വെണ്ണിക്കുളം പള്ളിയിൽ വർഷങ്ങളായി വിശ്വാസ സമരം നടന്നു വരികയായിരുന്നു. പള്ളിയിലെ 316 കുടുംബങ്ങൾ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടിട്ടും സഭാ നേതൃത്വം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പള്ളി വികാരി റവറന്റ് വർഗീസ് ജോണിനെ ഞായറാഴ്ച കുർബാന നടത്തുന്നത് വിലക്കിയത്. പകരം സ്വതന്ത്ര ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ള വൈദികരെ കൊണ്ട് കുർബാന നടത്തിക്കുകയും ചെയ്തു. ഭദ്രാസനത്തിൽ വെണ്ണിക്കുളം പള്ളികളെ നിർത്തുന്നത് വരെ നമ്മൾ സ്വതന്ത്രമായിട്ട് നിന്ന് സ്വതന്ത്ര ഓർത്തഡോക്സ് സഭയോ സ്വതന്ത്രമായിട്ട് ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു കുർബാന നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചു. അതനുസരിച്ച് ഇന്ന് ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ള മറ്റൊരു അച്ഛൻ വന്ന് ഞങ്ങളുടെ പള്ളിയിൽ കുർബാന അർപ്പിക്കുകയുണ്ടായി. ഒരാൾ പോലും അതിനെ എതിർത്തില്ല. എല്ലാവരും ഐക്യകണ്ഠേന അത് സ്വാഗതം ചെയ്തു. അങ്ങനെ അടുത്ത നടപടി ഞങ്ങൾ അച്ഛനെ സമുദായം എന്തുവാണെന്ന് തീരുമാനിക്കുന്നതനുസരിച്ച് ഞങ്ങൾ ഭാവി കാര്യങ്ങളും തീരുമാനിക്കും. വെണ്ണിക്കുളം പള്ളിയെ നിരണം ഭദ്രാസനത്തിൽ നിലനിർത്തിയില്ലെങ്കിൽ പള്ളി ഭരണസമിതി സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമെന്ന് സഭാ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ സഭ വൈദികനെ പള്ളിയിൽ നിന്നും മാറ്റി നിർത്തിയതിനാൽ പള്ളിയിലെ ഒരു പരിപാടിയിലും സഭാ വൈദികർ പങ്കെടുക്കരുതെന്ന് സഭാ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹരി ഇലന്തൂർ, സൂര്യ ന്യൂസ്, പത്തനംതിട്ട. പാർട്ടി സെക്രട്ടറി